സൂപ്പർ സോഫ്റ്റ് നിർമ്മിച്ച് വിപണനം നടത്തിവരുന്ന ജ്യോതിഷ സോഫ്റ്റ്വെയർ, മലയാള ജ്യോതിഷ സോഫ്റ്റ്വെയറിൻ്റെ പ്രവർത്തന രീതി വിശദീകരിക്കുന്നൊരു വീഡിയോയാണ് നിങ്ങളോട് ഞാൻ വിശദീകരിക്കുന്നത്. ആദ്യമായി ഞാൻ മലയാളം അസ്ട്രോളജി സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നു. ഈ സ്ക്രീനിലുണ്ട്. ഓപ്പൺ ചെയ്തു. ആദ്യമായി ലോഗിൻ സ്ക്രീൻ പ്രത്യക്ഷപ്പെടുന്നു. ലോഗിൻ സ്ക്രീനിൽ കുറച്ച് വിവരങ്ങളുണ്ട്. അതിൽ സൈൻ ഇന്നിൽ കൂടെയാണ് ഞാൻ ഇതിനകത്തേക്ക് പ്രവേശിക്കുന്നത്. സൈൻ ഇന്നിൽ പോകുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ ID അത് ആവശ്യപ്പെടും. അത് നൽകുക. ഇമെയിൽ ID ഈ ഡിവൈസിലുള്ള ഇമെയിൽ IDകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ നിങ്ങളുടെ ഇമെയിൽ ID സെലക്ട് ചെയ്തു ലോഗിൻ ചെയ്തു. അടുത്തത് പ്രൊസീഡ് ചെയ്ത് ഒന്നാം സ്ക്രീനിലേക്ക് പോകുന്നു. അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ ഒരു ഇമെയിൽ ID, നിങ്ങളുടെ ഇമെയിൽ ID കളക്ട് ചെയ്യുന്നത് എന്തിനാണ് എന്ന് വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. ഈ ഇമെയിൽ ID കളക്ട് ചെയ്യുന്ന ഉദ്ദേശം, ഈ സോഫ്റ്റ്വെയർ അനേകം ഉപഭോക്താക്കളുണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ കസ്റ്റമേഴ്സിൻ്റെ വിവരങ്ങൾ ശേഖരിച്ച് വയ്ക്കാനായിട്ട് ക്ലൗഡ് സ്റ്റോറേജിൽ ഞങ്ങൾ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ആ ക്ലൗഡ് സ്റ്റോറേജിൽ ഓരോരുത്തരുടെയും ഷെൽഫ് ഐഡൻറ്റിഫൈ ചെയ്യാൻ, ഷെൽഫ് അഥവാ സ്റ്റോറേജ് സ്പേസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ യൂസറുടെ ഇമെയിൽ ID കളക്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഓരോ കസ്റ്റമേഴ്സിനും, ഓരോ സോഫ്റ്റ്വെയർ ഉപഭോക്താക്കൾക്കും അവിടെ അതിനനുസൃതമായിട്ട് ക്ലൗഡ് സ്റ്റോറേജിൽ സ്പേസ് അലോട്ട് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും. അതുകൊണ്ടുള്ള ഉപയോഗം എന്ന് വെച്ചാൽ, ഒരു മൊബൈൽ ഡിവൈസിൽ നിന്ന് മറ്റൊരു മൊബൈൽ ഡിവൈസിലേക്ക് നീങ്ങുമ്പോൾ നിങ്ങളുടെ ഡേറ്റ ഒരിക്കലും നഷ്ടപ്പെടില്ല. അത് അവിടെ സ്ഥിരമായി ഉണ്ടായിരിക്കും. ആ പുതിയ മൊബൈലിലേക്ക് ഇതേ ഇമെയിൽ ID കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കസ്റ്റമർ ഡേറ്റാബേസ് അതിനകത്ത് പ്രത്യക്ഷപ്പെടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ മെനുവിലേക്ക് പോകും. ഇവിടെ വ്യത്യസ്ത ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. ഓരോന്നും വായിച്ചു നോക്കാവുന്നതാണ്. എന്തായാലും ലോഗിൻ എന്ന് ആ ലോഗിൻ്റെ ഉദ്ദേശം വിശദീകരിക്കുന്ന വീഡിയോ ഇതിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കരുതുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ പാർട്ട് 2 ജാതകം.